നമസ്കാരം. മാറ്റത്തിന്റെ കാഴ്ചകൾ എന്നും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ള കൗമുദി ടിവിയുടെ പ്രിയ പ്രോഗ്രാമായ ലേഡീസ് അവർ 1000 എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. 1000 എപ്പിസോഡിലേക്ക് കടക്കുമ്പോൾ ഒത്തിരി അഭിമാനമുണ്ട് ഞങ്ങൾക്ക്. രൂപത്തിലും ഭാവത്തിലുമെല്ലാം മാറ്റങ്ങൾ വരുത്തി കൗമുദി ടിവിയിലെ ലേഡീസ് അവർ ഇനി മുതൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. അതോടുകൂടി ഞാനൊരു പുതിയ അവതാരകയെ കൂടി പരിചയപ്പെടുത്തുകയാണ്. അനുശ്രീ, നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട് ഈ 1000ാമത്തെ എപ്പിസോഡ് മുതൽ നിങ്ങളോടൊപ്പം ഈ ഒരു യാത്രയിൽ പങ്കെടുക്കാൻ. നമ്മുടെ സൗഹൃദം ഇനിയും ഒരു പുതിയ തലത്തിലേക്ക് ഈ പരിപാടിയിലൂടെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അനുശ്രീ, പ്രത്യേകിച്ച് 1000ാമത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഒരു പ്രത്യേകിച്ച് ഒരു സ്ത്രീ പ്രോഗ്രാമിനെ ചെറിയ കാര്യമല്ല. ഒരുപാട് കടന്നു വന്ന യാത്രയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതെല്ലാം തരണം ചെയ്ത് ഈ ഒരു നിലയിലെത്തുമ്പോൾ തീർച്ചയായിട്ടും അഭിമാനമുണ്ട്. അതെ, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളുടെ ഈ ഒരു യാത്ര. അതും എത്ര അധികം കഠിന പ്രയത്നം എത്തിച്ചാൽ മാത്രമേ ഇത്രയധികം വ്യൂവേഴ്ഷിപ്പും ഒക്കെ നമുക്ക് ലഭ്യമാക്കാൻ കഴിയാൻ പറ്റുമോ. എന്തായാലും വലിയ കൺഗ്രാറ്റ്സ് ടു ദി എൻറ്റയർ ടീം. താങ്ക് യു. ഏതായാലും ഇനിയിപ്പോൾ അനുശ്രീ ഞങ്ങളുടെ ടീമിന്റെ ഒരു ഭാഗമാവുകയാണ്. താങ്ക് യു. അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും മനസ്സിലാക്കാം അല്ലേ, എന്താണ് ലേഡീസ് അവറിലൂടെ നമ്മൾ കാഴ്ചവെക്കാൻ പോകുന്നത് എന്നുള്ളത്. ലേഡീസ് അവറിലെ വിവിധ സെഗ്മെന്റുകളിലൂടെയുള്ള ഒരു ഓട്ടപ്രദക്ഷിണം നമുക്ക് നടത്തി നോക്കാം. ആദ്യത്തേത് ബ്യൂട്ടി സ്പോട്ടാണ്. ബ്യൂട്ടി സ്പോട്ടിലൂടെ വിവിധ തരത്തിലുള്ള സൗന്ദര്യ പ്രശ്നങ്ങളെക്കുറിച്ച്, അവയ്ക്ക് കണ്ടെത്താവുന്ന മാർഗങ്ങളെക്കുറിച്ച്, വിവിധ തരത്തിലുള്ള പുതിയ സൗന്ദര്യവർദ്ധക വസ്തുക്കളെക്കുറിച്ച്, ഇത്തരം സാധനങ്ങളെക്കുറിച്ചെല്ലാം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു ബ്യൂട്ടി സ്പോട്ട്. അടുത്തതായിട്ടുള്ളത് കരിയർ ടിപ്സ് അല്ലേ. അതെ. കരിയർ ടിപ്സിൽ പ്രധാനമായും പറയുന്നത് ഒരു ഇൻ്റർവ്യൂവിന് എങ്ങനെ പങ്കെടുക്കാം, അതിനുള്ള നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റർ എന്ന് തുടങ്ങി കരിയറിൽ എങ്ങനെ മുന്നോട്ട് നീങ്ങാം, പലതരം കരിയർ ഓപ്പർച്യൂണിറ്റീസ്, ഇതെല്ലാം കരിയർ ടിപ്സിൽ നമ്മൾ ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് സ്മാർട്ട് ലേഡിയാണ്. തീർച്ചയായിട്ടും ഒരു സ്ത്രീപക്ഷ ഒരു പരിപാടി നമ്മുടെ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും സ്ത്രീകളെ, വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച, പ്രാഗൽഭ്യം തെളിയിച്ച സ്ത്രീകളെ നമുക്ക് അനുമോദിക്കാതെ വയ്യ. അതുകൊണ്ട് തന്നെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച സ്ത്രീകളെ കുറിച്ച് അവരെ പരിചയപ്പെടുത്തുകയും അവരുടെ നേട്ടങ്ങൾ സമൂഹത്തിന് മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു സ്മാർട്ട് ലേഡി. അപ്പൊ നമുക്ക് സ്മാർട്ട് ലേഡി കണ്ടിട്ട് വന്നാലോ അല്ലേ? തീർച്ചയായിട്ടും സ്മാർട്ട് ലേഡി കാണാം. നമസ്കാരം, എൻ്റെ പേര് സുനിജ. ഞാൻ ഒരു മ്യൂറൽ ആർട്ടിസ്റ്റാണ്. ഫ്യൂഷൻ മ്യൂറൽസാണ് കൂടുതലും ചെയ്തു വരുന്നത്. ഞാൻ പഠിച്ചത് രവിപുരം ആർട്ട് സ്കൂളിലാണ്. ചെറിയ കോഴ്സുകളായിട്ടാണ് ഞാൻ അവിടെ അത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഞാനൊരു മീനിങ് ഓഫ് ലവ് എന്ന് പറഞ്ഞിട്ടൊരു എക്സിബിഷൻ ചെയ്തിരുന്നു ദർബാർ ഹാൾ കൊച്ചിയിൽ. അത് ഒരുവിധം നല്ല സക്സസ്സായി പോയി. കൂടുതലും ഞാനൊരു തീം കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് അത് ചെയ്തിരുന്നത്. എൻ്റെ അച്ഛൻ പ്രോത്സാഹിപ്പിച്ച് തന്ന ഒരു ഇത് ലോകത്തെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ മെയിൻ മനസ്സിലെ ഉദ്ദേശം. അതെനിക്ക് പൂർത്തീകരിക്കാൻ പറ്റി. ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്, കുട്ടികൾക്കും മുതിർന്നവർക്കുമായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. ഫ്യൂഷൻ മ്യൂറൽസാണ് കൂടുതലും ചെയ്യുന്നത്. പിന്നെ മ്യൂറലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ കൂടുതലും പുരാതന കാലമായിട്ടുള്ള കാര്യങ്ങൾ മുന്നിലേക്ക് വരുന്നത് കൊണ്ടാണ് എനിക്ക് ഇതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് വരാൻ കാരണം. ഇതിലധികം 5 കളേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെയാണ് അതിൻ്റെ ഷെയ്ഡിങ്സും അതിൻ്റെ സൗന്ദര്യവും അതിൽ കൊണ്ടുവരുന്നത്. ശരിക്കും ഞാൻ ചെയ്യുന്നത് കൂടുതലും മ്യൂറൽ പറഞ്ഞ ഫ്യൂഷൻ മ്യൂറൽസാണ്.
ശരിക്കുള്ള മ്യൂറൽസ് എന്ന് പറയുമ്പോൾ അതിൽ കൂടുതലും ചിട്ടകളുണ്ട്, അളവുകൾ എല്ലാതും ഉണ്ട്. ദൈവങ്ങളെയും അതൊക്കെയാണ് കൂടുതൽ നമ്മൾ അതിൽ വരയ്ക്കുന്നത്. ഫ്യൂഷൻ മ്യൂറൽസ് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഫ്രീഡം ഉണ്ട്. ഇപ്പോൾ പ്രകൃതിയിലേക്ക് അങ്ങനെയൊക്കെ അത് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ടാണ് അധികം ഫ്യൂഷൻ മ്യൂറൽസ് ചെയ്യുന്നത്. ദൈവങ്ങളെ കൂടുതൽ വരയ്ക്കണമെന്നുള്ളതല്ല, പുരാതന കാലമായിട്ട് ശരിക്കും പറഞ്ഞാൽ നാച്ചുറൽ കളർ വെച്ച് ചെയ്യണ ഒരു ഇതാണ് മ്യൂറൽസ്. ശരിക്കും അക്രിലിക്കിൽ ചെയ്യില്ല. നാച്ചുറൽ കളർ പണ്ട് ഉള്ളവർ സംസാരിച്ച ഒരു സ്റ്റൈലാണെന്നാണ് പറയുക മ്യൂറൽസ് എന്ന് പറയുമ്പോൾ. എന്നുവെച്ചാൽ മ്യൂറൽ ശരിക്കും വരയ്ക്കുകയല്ല, എഴുതുകയാണ് എന്നാണ് പറയുക മ്യൂറലിന്. അപ്പോൾ ആ പുരാതന സ്റ്റോറീസായിരുന്നു പണ്ട് ഈ ഇതിലേക്ക് കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്യൂരിറ്റിയാണ് അത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അമ്പലങ്ങളിൽ വരയ്ക്കുമ്പോൾ അവിടുത്തെ ചരിത്രമാണ് അതിൽ മുഴുവനും വരയ്ക്കുന്നത്. ഇപ്പോൾ ചുമരുകളിലും എല്ലാവിടെയും. ഇപ്പം കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളത് ആദിവാസികൾ സംസാരിച്ചിരുന്ന സ്റ്റൈലാണെന്നാണ് പറയണത്. അപ്പം നമ്മൾ വാക്കുകളൊക്കെ വരുന്നതിന് മുന്നേ അവർ ഇന്ന സ്ഥലത്ത് ഇന്നതുണ്ട് എന്ന് അറിയിച്ചിരുന്നത് കരിങ്കല്ലിൽ കല്ലുകൾ വെച്ച് അവർ വരച്ചിരുന്നതാണ്. അത് വരച്ചറിയിച്ചിരുന്നതാണ് ഈ മ്യൂറൽ ഒരു രീതിയിൽ. പിന്നെ അതിനെ നമ്മൾ കൊണ്ടുവന്ന് ഈ ഒരു സ്റ്റൈലിലേക്ക് കൊണ്ടുവന്നതാണ്. ഇപ്പോഴാകുമ്പോൾ അത് ഫ്യൂഷൻ മ്യൂറൽസായി. ഇപ്പം നമ്മുടെ ഇഷ്ടത്തിന് അതിനെ ഏത് രീതിയിലും കൊണ്ടുവരാവുന്ന ഒരു ഇതാക്കി എന്ന് മാത്രം. ഇപ്പോഴും നാച്ചുറൽ കളേഴ്സ് യൂസ് ചെയ്ത് ചെയ്യണമുണ്ട്, പക്ഷേ ഇപ്പോൾ അത് കുറവാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഫീൽഡിലേക്ക് എനിക്ക് ആഗ്രഹം തോന്നിയത് തന്നെ ആ ഒരു നാച്ചുറൽ കളർ വെച്ച് ചെയ്യാവുന്ന, നമുക്കിപ്പോൾ പെയിൻറ്റുകളൊക്കെ വാങ്ങാൻ കിട്ടും. പക്ഷെ അങ്ങനെയല്ലല്ലോ, ഇത് നമ്മുടെ പ്രകൃതിയിൽ വരുന്ന ഒരു കളർ കൊണ്ട് നമുക്ക് കിട്ടണ ഒരു അതുകൊണ്ടാണ് എനിക്ക് കൂടുതലും ഇതിലേക്ക് ഒരു ഇൻട്രസ്റ്റ് വന്നത്. പക്ഷെ നമുക്കിപ്പോൾ ആ കളേഴ്സൊക്കെ കിട്ടാൻ അത്ര അവൈലബിൾ അല്ല, അത്രയും ഇതായിട്ട് കിട്ടില്ല. എന്നുവെച്ചാൽ ഇവരുടെ രീതി പ്രകാരം ശരിക്കും അത് സൗപർണിക നദിയിലൊക്കെ ഇതിൻ്റെ സ്റ്റോൺസ് ഉണ്ടെന്ന് പറയണേ. ആ കളേഴ്സ് കിട്ടും. ഇവിടെയുണ്ട്, എൻ്റെ കയ്യിലും ഉണ്ട് അതിൻ്റെ. പക്ഷെ അത് വെച്ച് ചെയ്തിട്ടില്ല. കളേഴ്സൊക്കെ ശരിക്കും ആ നദിയിലുണ്ട് എന്നാണ് പറയണേ. ഈ ഗ്രീന്, റെഡ്, യെല്ലോ ഒക്കെ നമ്മൾ കുറേ അത് ഡൈല്യൂട്ട് ചെയ്തെടുത്ത് അതിനെ പെയിൻ്റാക്കി എടുക്കാൻ അതിൻ്റേതായ രീതികളുണ്ട്. പിന്നെ ബോർഡൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ കുമ്മായപ്പൊടി, ഇളനീര് വെള്ളം, വേപ്പിൻകായ, അങ്ങനെ കുറേ ഈ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ ബോർഡൊക്കെ സെറ്റ് ചെയ്യുക. നമ്മൾ ആ ഒരു പ്രകൃതിയായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് ഇതിന് കൂടുതൽ വരുന്നതുകൊണ്ടാണ് എനിക്ക് ഈ മ്യൂറലിൽ കൂടുതലും ഇൻട്രസ്റ്റ് തോന്നിയത്. ഞാൻ ചെയ്യുന്ന മ്യൂറൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഡോട്ട് ഷെയ്ഡിങ്സ് തന്നെയാണ് ചെയ്യുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ ആ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് പണ്ടൊക്കെ പഴയ വെട്ടുകല്ലിലൊക്കെയാണല്ലോ ഇതിൻ്റെ വരച്ചത്. ആ ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡോട്ട് പെയിൻറ്റിങ് വെച്ചിട്ട് ഇതിനെ ഫിനിഷ് ചെയ്യുക. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ചെയ്യണം. പക്ഷേ ഇപ്പോൾ കുറേ ഒക്കെ ആൾക്കാർ അത് വെറുതെ വാഷ് ചെയ്ത് മാത്രം എടുത്ത് അതിൻ്റെ ഒരു പ്യൂരിറ്റി കളയാണ് ചെയ്യണത്. അങ്ങനെ അല്ലാതെ ശരിക്കും മ്യൂറൽ എന്ന് പറയുമ്പോൾ അതിന് കുറേ ചിട്ടകളുണ്ട്. ആ രീതിയിൽ തന്നെ ചെയ്യുമ്പോഴാണ് അത് ശരിക്കും ഒരു ഇതാവുക. അല്ലെങ്കിൽ സാധാരണ ഒരു അക്രിലിക് പെയിൻറ്റിങ് പോലെ അത് മാറും. ഇതിൻ്റെ നിയമങ്ങൾ പഠിക്കണം. എന്നാൽ മാത്രം നിയമങ്ങൾ പഠിക്കുമ്പോൾ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഷെയ്ഡിങ്സൊക്കെ ഇത് ഷെയ്ഡിങ്ങിൽ കൂടെയാണ് ഇതിൻ്റെ ഭംഗി വരുത്തുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു സ്റ്റോറി, ശരിക്കും ഒരു സ്റ്റോറി എഴുതലാണ് ഇത്. ശരിക്കും വരയ്ക്കുക എന്നല്ല പറയാം. നമ്മൾ അതിലൊരു തീം കൊണ്ടുവരികയാണ്. അതിലൊരു കഥയുണ്ടാവും. നമ്മളൊരു പെയിൻറ്റിങ് വരയ്ക്കുമ്പോൾ അത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു പെയിൻറ്റിങ്ങിൽ എന്താണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ഒരു സ്റ്റോറി. അത് പുരാതന കാലത്തെ ഈ അമ്പലങ്ങളിലും പള്ളികളൊക്കെ ചെയ്യുന്നത് അവിടുത്തെ സ്റ്റോറി അതിലുണ്ടാവും. അതുകൊണ്ടാണ് അമ്പലങ്ങളിൽ കൂടുതലും അത് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഫ്യൂഷൻ മ്യൂറൽസ് ചെയ്യുമ്പോൾ മനസ്സിൽ എന്തെങ്കിലും ഇപ്പോൾ ഞാനൊരു മീനിങ് ഓഫ് ലവ് എന്ന് പറഞ്ഞിട്ടൊരു എക്സിബിഷനാണല്ലോ, അപ്പോൾ അത് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ എല്ലാ പിക്ചേഴ്സും വരച്ചിരിക്കുന്നത്. ശരിക്കും മനുഷ്യരിലും മൃഗങ്ങളിലൊക്കെ വരയ്ക്കുമ്പോൾ നിയമങ്ങളുണ്ട്. വിരലുകൾ, കൈകൾ, കാലുകൾ, അങ്ങനെ എല്ലാതും അവയവങ്ങളെല്ലാതും കൂടുതലും കാണിച്ച് വരയ്ക്കണം. നമുക്കിപ്പോൾ അത് കാണുമ്പോൾ അത് ഇന്നതാണ് എന്നുള്ളത് നമുക്ക് പൂർത്തീകരിക്കണം എന്നുള്ളതുണ്ട്. ഇപ്പം മനുഷ്യരിനെ വരയ്ക്കുമ്പോൾ അവയവങ്ങൾ കൂടുതലും പ്രദർശിപ്പിച്ച് വരയ്ക്കും നമ്മൾ. പിന്നെ ഏതിനും ഇപ്പം മൃഗങ്ങളിലൊക്കെ വരയ്ക്കുമ്പോൾ അതിനൊരു വ്യത്യാസം ഉണ്ടാവും. അത് പഠിച്ചാൽ മാത്രം. ശരിക്കും അതിൻ്റെ കോഴ്സ് 4 വർഷമുണ്ട്. മ്യൂറൽ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഡിഗ്രി എടുക്കണ പോലെ തന്നെയാണ്. സാൻസ്ക്രിറ്റൊക്കെ പഠിച്ച് പണ്ടത്തെ കാലത്ത് പറയുമ്പോൾ ഒരു അമ്പലത്തിലെ ഒരു ശ്ലോകം ചൊല്ലിയാൽ ആ അമ്പലത്തിലെ ദേവീനെ വരയ്ക്കണം എന്നാണ് അതിൻ്റെ ഇത്.
പക്ഷേ ഇപ്പോൾ ഫ്യൂഷൻ മ്യൂറൽസിൽ പിന്നെ നമുക്ക് അങ്ങനെയില്ല, പ്രകൃതിയിൽ കൊണ്ടുവരുന്നതുകൊണ്ട് ഇങ്ങനെ ദൈവങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അതിനെ പ്രകൃതിയിലേക്ക് കൊണ്ടുവരുന്നതുകൊണ്ട് ആ ഒരു സ്റ്റൈൽ വേണമെന്നില്ല. വെറുതെ ഒരു ചിത്രം വരയ്ക്കുകയല്ല, നമ്മൾ എന്ത് പറയാനുണ്ടോ അതാണ് അതിൽ വരയ്ക്കുന്നത്. നമുക്ക് എന്ത് ജനങ്ങൾക്ക് കാണിക്കാനുണ്ടോ അല്ലെങ്കിൽ എന്ത് പറയാനുണ്ടോ അതാണ് നമ്മളതിൽ പ്രദർശിപ്പിക്കുന്നത്. അപ്പോൾ അതിലൊരു സ്റ്റോറി, ഒരു പിക്ചറിലൊരു സ്റ്റോറി ഉണ്ടാവും. പ്രധാന കാരണം എൻ്റെ അച്ഛൻ തന്നെയാണ്. അച്ഛൻ എപ്പോഴും ഞങ്ങളുടെ നാട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനൊരു വലിയൊരു ജനങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാൾ തന്നെയായിരുന്നു. അപ്പോൾ അച്ഛനൊന്നും ഞങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചു തന്നതല്ലെങ്കിലും അച്ഛൻ്റെ ജീവിത രീതികൾ കണ്ട് അത്രയും ആ ഇമ്പോർട്ടൻസ് അച്ഛൻ തന്നെയാണ് തന്നിരിക്കുന്നത്. പിന്നെ എപ്പോഴും നമ്മൾ എന്തിലെങ്കിലും എൻഗേജ്ഡ് ആയിട്ടിരിക്കണം എന്നുള്ളത് എപ്പോഴും അച്ഛൻ കാണിച്ചു തന്ന ഒരു വഴിയാണ്. നമ്മൾ വെറുതെ ഇരിക്കരുത്, എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കണം. അത് മറ്റുള്ളവർക്ക് ഗുണകരമായ കാര്യങ്ങളാണെങ്കിൽ അച്ഛന് ഏറ്റവും സന്തോഷം. അപ്പോൾ അങ്ങനെ കണ്ടു വളർന്ന ഒരു മോൾക്ക് ഇപ്പം എനിക്കെന്ത് ചെയ്യാൻ പറ്റണോ അത് ഞാൻ ചെയ്യണോ എന്നുള്ളത്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഞാൻ അച്ഛനെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ആ എക്സിബിഷൻ ചെയ്തത്. അപ്പോൾ അതിന് എനിക്ക് ഈ ഒരു തീമല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അച്ഛനെ എല്ലാത്തിനെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ എന്താണ് ആ സ്നേഹം, എന്താണ് മീനിങ് ഓഫ് ലവ് എന്നുള്ളത് എനിക്ക് ആ എക്സിബിഷനിൽ കൂടെ കൊണ്ടുവരാൻ പറ്റി. അതെൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. അതെനിക്ക് ചെയ്യാൻ പറ്റിയതിലും വളരെ സന്തോഷമുണ്ട്. അച്ഛൻ്റെ നിർബന്ധമല്ല, ഒരിക്കലും അച്ഛനെ ഒരു കാര്യം നിർബന്ധിച്ച് ചെയ്യിപ്പിക്കില്ല. അച്ഛൻ നമുക്ക് എന്ത് താല്പര്യമോ അതിൽ നമ്മൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കണം എന്നുള്ളത് മാത്രം അച്ഛൻ കാണിച്ചു തന്നൊരു വഴിയാണ്. അല്ലാതെ ഒന്നും പറഞ്ഞ് ഇന്നത് ചെയ്യണം, അത് ഇതാക്കണം, അങ്ങനത്തെ ഒരു റൂൾസോ അങ്ങനെ ഒന്നും പറയണ ഒരാളല്ല. ശശി സാറാണ് എന്നെ ഇത് പഠിപ്പിച്ചു തന്നത്. പിന്നെ കുറച്ച് രവിപുരം ആർട്ട് സ്കൂളിൽ, പിന്നെ ബാക്കിയൊക്കെ ഞാൻ തനിയെ തന്നെയാണ് എൻ്റെ ഒരു മനസ്സിൽ എൻ്റെ ഒരു കല വെച്ച് അങ്ങനെ ചെയ്തതാണ്. പിന്നെ കുറേ ഞാൻ പറഞ്ഞില്ലേ ആ എക്സിബിഷൻ അങ്ങനെ ചെയ്തത് കുറേ നമ്മുടെ മനസ്സിലെ ഒരു തീം വെച്ച് ചെയ്തത് തന്നെയാണ്. കൂടുതലും ഈ മറ്റുള്ളവർക്ക് ഗുണകരമായ കുറച്ച് തീംസ് വെച്ചിട്ട് വീണ്ടും ചെയ്യണം, അവർക്കത് കണ്ടാൽ മനസ്സിലാവണം. ഇപ്പം നമുക്ക് എല്ലാവരോടും നല്ല പറയാനുള്ളത് പറഞ്ഞ് നടക്കാൻ പറ്റില്ല. അപ്പം നേരെ മറിച്ച് ഒരു ചിത്രത്തിൽ കൂടെയൊക്കെ ആവുമ്പോൾ കൂടുതലും ആൾക്കാർക്ക് മനസ്സിൽ പതിയുമല്ലോ. വിഷനാണ് എപ്പോഴും കൂടുതൽ മനസ്സിൽ പതിയണ ഒരു കാര്യം. നമ്മൾ പറയുമ്പോൾ അത് കേട്ട് ചിലപ്പോൾ അത് പോകും, പക്ഷേ കണ്ണിൽ കാണുന്നത് കുറച്ചും കൂടെ അവരുടെ മനസ്സിൽ കൂടുതൽ സമയം നിൽക്കും. അപ്പോൾ എപ്പോഴും ഒരു തീം യൂസ് ചെയ്ത് ചെയ്യണം എന്നുള്ളത് എനിക്ക് വലിയൊരു ആഗ്രഹമാണ്. എല്ലാ കലയിലും ഉണ്ട് അതിൻ്റേതായ. അപ്പോൾ ഒരു ഡാൻസ്, ഇപ്പോൾ എനിക്ക് ഡാൻസായിരുന്നു കൂടുതൽ താല്പര്യം, പക്ഷെ ഞാൻ വന്നത് ഇതിലായിപ്പോയി എന്ന് മാത്രം. എല്ലാത്തിലും ഒരു തീം യൂസ് ചെയ്യുമല്ലോ ഇതും. പക്ഷെ അതാണ് നമ്മൾ പറഞ്ഞ് കേൾക്കണേലും കൂടുതൽ കാണുമ്പോൾ അത് അവരുടെ മനസ്സിൽ കൂടുതൽ പതിയും. കല എന്ന് പറയുമ്പോൾ എല്ലാ കലകളിലും അതിൻ്റേതായ ഒരു സൗന്ദര്യമുണ്ട്. പ്രത്യേകിച്ച് അവരുടെ മനസ്സിലും അവർ പ്രകൃതിനെ കാണുന്നതും എന്ത് കാണുന്നതും അവരുടെ ഉള്ളിൽ അതൊരു പ്രത്യേകത രീതി തന്നെയാണ്. എനിക്ക് ഏറ്റവും വലിയ ഒരു അംഗീകാരം എന്ന് പറയുന്നത് കലാധരൻ സാറ് ഉദ്ഘാടന സമയത്ത് വളരെ വളരെ നല്ലൊരു അഭിപ്രായം തന്നിരുന്നു. പൊന്നാടയിട്ടാൻ ഇത് ചെയ്തിരുന്നു. എല്ലാം നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യങ്ങളാണ് സാറ് പറഞ്ഞു തന്ന ഒരു ഇത്. വളരെ നന്നായിട്ടായിരുന്നു സാർ അത് ആ എക്സിബിഷനെ കണ്ടിരുന്നതും എടുത്തതും അതിനെക്കുറിച്ച് പ്രസംഗിച്ചതും എന്നെ പൊന്നാടിയിട്ട് അണിയിച്ച് ആ ഒരു നമുക്കൊരു പ്രോത്സാഹനം തന്ന് ഇത് ചെയ്തത് വളരെ അത് എനിക്ക് ഏറ്റവും വലിയൊരു ഇതായിരുന്നു. പിന്നെ സാറും കുറേ ഈ ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണല്ലോ കലാധരൻ സാർ. അപ്പോൾ ആൾക്ക് ഇങ്ങനെ ഒരു തീം വെച്ച് ഞാൻ ചെയ്തത് വളരെ ഇഷ്ടപ്പെട്ടു. അതിലൊരു വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. പിന്നെ പ്രകൃതി ആയിട്ട് ബന്ധപ്പെട്ട് മ്യൂറൽസ് ചെയ്തതിൽ സാർ അതിൽ വളരെ ഒരു ചേഞ്ച് കണ്ടത് പറഞ്ഞിരുന്നു. അപ്പോൾ വലിയ വലിയ കലാകാരന്മാർ നമ്മളുടെ ഇത് നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് വേറെ ഒരു വ്യത്യാസമുണ്ട് എന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും വലിയൊരു അംഗീകാരം എന്ന് പറയുന്നത്. പിന്നെ ജനങ്ങൾക്കും അത് എത്തിപ്പെടാൻ പറ്റി, അവർക്കത് മനസ്സിലാവണു, അവർക്കത് ഇഷ്ടപ്പെടണു എന്നുള്ളതൊക്കെയാണ്. മ്യൂറൽ പെയിൻറ്റിംഗ് എന്ന് മാത്രമല്ല, ഏത് കല ചെയ്യുമ്പോഴും നമ്മളതൊരു തീം ബേസ് ചെയ്ത് ചെയ്യുക. അത് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിലും അവർക്ക് ഉപകാരപ്രദമായ രീതിയിലും
അതൊരു പോസിറ്റീവായിട്ട് ഒരു മെസ്സേജായി കൊടുക്കണം. നമ്മുടെ ഏത് പ്രവൃത്തിയിലും അതൊരു പോസിറ്റീവ് മെസ്സേജായിട്ട് കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം, എനിക്ക് പറയാനുള്ളത്.